വാർത്തകൾ വിശദമായി. മല കയറിയോ 51 യുവതികൾ. ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ തടസ്സങ്ങളില്ലാതെ ദർശനം നടത്തി മടങ്ങിയതായി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് എത്തിയ ഇവരുടെ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ദർശനം നടത്തിയ ബിന്ദുവിനും കനകദുർഗയ്ക്കും മുഴുവൻ സമയ പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ട് കോടതി ഹർജി തീർപ്പാക്കി. ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു നാടകീയ നീക്കങ്ങൾ. നിലവിൽ നൽകുന്ന സുരക്ഷയെപ്പറ്റി വിശദീകരിച്ചുകൊണ്ടാണ് 51 യുവതികൾ പ്രശ്നങ്ങളില്ലാതെ ശബരിമല സന്ദർശിച്ചതായി സർക്കാർ അഭിഭാഷകൻ വിജയ് ഹസാരിക അറിയിച്ചത്. ദർശനം നടത്തിയവരുടെ വിശദാംശങ്ങളടങ്ങിയ പട്ടിക കോടതിക്ക് കൈമാറാനായി അഭിഭാഷകൻ കൈയിലെടുത്തു. അപ്പോഴേക്കും സർക്കാർ പറയുന്നത് കള്ളമാണെന്ന് വിശ്വാസികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ആരോപിച്ചു. സർക്കാർ പട്ടിക പരിശോധിക്കാനോ കള്ളമാണെന്ന മറുവാദത്തോട് പ്രതികരിക്കാനോ ചീഫ് ജസ്റ്റിസ് തയ്യാറായില്ല. നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യം കോടതിക്കുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കോടതിയിൽ സർക്കാർ പറഞ്ഞത് പിന്നീട് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു. 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നു. അതാണ് ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. കോടതിക്ക് സമർപ്പിക്കാൻ DGP തയ്യാറാക്കിയ കുറിപ്പിൽ യുവതികളുടെ സന്ദർശനത്തെപ്പറ്റി വിശദമായി പറയുന്നു. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തെത്തിയവരുടെ ഡിജിറ്റൽ സ്കാൻ രേഖകൾ പ്രകാരം 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ പ്രശ്നങ്ങളില്ലാതെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നാണ് കുറിപ്പിൽ. അതേസമയം ബിന്ദുവിനും കനകദുർഗയ്ക്കും മുഴുവൻ സമയ സുരക്ഷ നൽകാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി കോടതി ഇവരുടെ ഹർജി തീർപ്പാക്കി. വിധിയെ ബിന്ദു സ്വാഗതം ചെയ്തു. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധി എന്ന് ഞാൻ കരുതുന്നു. യുവതീ പ്രവേശന വിധി തടസ്സങ്ങളില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ചുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് 51 പേരുടെ പട്ടികയിലൂടെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. എന്നാൽ എത്ര പേർ കയറിയെന്നത് കോടതിക്ക് വിഷയമല്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. പട്ടിക ഏതെങ്കിലും തരത്തിൽ പുനഃപരിശോധനാ ഹർജിയിലെ നടപടികളെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ഡിജിറ്റൽ രേഖകൾ പ്രകാരം ശബരിമലയിൽ 10നും 50നും ഇടയിൽ പ്രായമുള്ള 51 സ്ത്രീകൾ ദർശനം നടത്തിയെന്നാണ് സർക്കാർ വാദം. എന്നാൽ സർക്കാർ പട്ടികയിലുള്ള സ്ത്രീകൾ പലരും തങ്ങൾക്ക് 50 വയസ്സു കഴിഞ്ഞതായി പറയുന്നു. ദർശനത്തിനായി ഓൺലൈൻ രജിസ്റ്റർ ചെയ്തപ്പോൾ ജനനതീയതി രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റിയെന്നാണ് ചിലർ വിശദീകരിക്കുന്നത്. 21ാമത്തെ ആളായി പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പരൻജ്യോതി പുരുഷനാണ്. രജിസ്ട്രേഷൻ സമയത്ത് സ്ത്രീ എന്ന് തെറ്റായി താൻ രേഖപ്പെടുത്തിയതാണെന്ന് പരൻജ്യോതി പറഞ്ഞു. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു വന്ന 51 സ്ത്രീകളുടെ ആധാർ അടക്കമുള്ള രേഖകൾ സ്കാൻ ചെയ്ത് കിട്ടിയ വിവരപ്രകാരമാണ് സർക്കാരിന്റെ പട്ടിക. പട്ടിക പ്രകാരം ആന്ധ്ര സ്വദേശിനി കെ സുലോചനയ്ക്ക് വയസ്സ് 49. ന്യൂസ് 18 ബന്ധപ്പെട്ടപ്പോൾ അമ്മയ്ക്ക് 51 വയസ്സെന്ന് മകൻ. പട്ടികയിൽ 48 വയസ്സുള്ള സേലം സ്വദേശിനി സരോജ സെൽവരാജിന് 50 കഴിഞ്ഞതായി ഭർത്താവ്. 48 വയസ്സ് രേഖപ്പെടുത്തിയ ട്രിച്ചിയിൽ നിന്നുള്ള പട്ടു മഹാമണിയുടെ സംഘത്തിൽ പോയവർ പറയുന്നത് 55ൽ കുറഞ്ഞ ഒരാളും ഇവർക്കൊപ്പം മല കയറിയിട്ടില്ലെന്നാണ്. സർക്കാർ പട്ടികയിലുള്ള പരൻജ്യോതി പുരുഷനാണ്. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് ഫീമെയിൽ എന്ന് തെറ്റി രേഖപ്പെടുത്തിയതായി പരൻജ്യോതി പറയുന്നു. മറ്റു ചിലരുടെ പ്രതികരണം ഇങ്ങനെ. പട്ടികയിൽ പേരുള്ള ചില നമ്പറുകളിൽ വിളിച്ചപ്പോൾ ഇക്കുറി ശബരിമലയിൽ പോയില്ലെന്ന മറുപടിയും ലഭിച്ചു. ദർശനം നടത്തിയത് ഓൺലൈൻ വഴിയല്ലാത്തതിനാൽ കനകദുർഗ, ബിന്ദു, ശ്രീലങ്കൻ സ്വദേശിനി എന്നിവരുടെ പേരുകൾ പട്ടികയിലില്ല. പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതായി അറിയിക്കാനൊരുങ്ങുകയാണ് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന കക്ഷികൾ. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. 51 സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തിയത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ. 2 പേർ കയറിയപ്പോൾ ദേവസ്വം ബോർഡിന് മുന്നേ സ്ഥിരീകരിച്ചയാളാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ എന്തിന് സീസൺ കഴിയാൻ കാത്തുനിന്നുവെന്നും ബെന്നി ബെഹനാൻ കോഴിക്കോട്ട് ചോദിച്ചു. രണ്ട് പേർ കയറിയപ്പോൾ ദേവസ്വം ബോർഡ് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിച്ച വ്യക്തിയാണ്.
അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് സ്ഥിരീകരിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ ഈ 51 പേർ കയറിയപ്പോൾ ഏത് ദിവസം കയറി? എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുമല്ലോ സ്വാഭാവികം പോലീസ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് മറച്ചുവെച്ചു? ശബരിമലയെ തകർക്കാനാണ് 51 പേരുടെ കള്ളക്കണക്ക് സർക്കാർ കോടതിയിൽ നൽകിയതെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ്. പുനഃപരിശോധനാ ഹർജിയിൽ അനുകൂല വിധി സമ്പാദിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം. നവോത്ഥാനം നടപ്പാക്കിയെന്ന് പ്രഖ്യാപിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. 51 പേരെക്കുറിച്ചുള്ള ആധികാരികമായ രേഖകൾ പുറത്തുവിടണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കോഴിക്കോട്ട് പറഞ്ഞു. ശബരിമലയെ തകർക്കുക, ശബരിമലയുടെ പ്രാധാന്യം കുറയ്ക്കുക, സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന റിവ്യൂ ഹർജിയിൽ വീണ്ടും യുവതി പ്രവേശനത്തിന് അനുകൂലമായ വിധി സമ്പാദിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യമാണ് പിണറായി വിജയൻ്റെതെന്നുള്ളത് വളരെ വ്യക്തമാണ്. പിണറായി സർക്കാരിൻ്റേത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് സർക്കാർ തന്നെ കളിക്കുന്ന നാടകങ്ങളാണ് ശബരിമലയിൽ നടന്നത്. യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോട് തന്ത്രി കൂടുതൽ ദിവസം ആവശ്യപ്പെട്ടു. തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് സമയം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് 20-ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്ത്രി സ്വാഭാവികമായും നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമല നടവരവിൽ 122.65 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷം 273 കോടി രൂപ വരുമാനം ലഭിച്ച സ്ഥാനത്ത് ഈ വർഷം ലഭിച്ചത് 150.44 കോടി രൂപ മാത്രം. മകരവിളക്ക് കാലത്ത് മാത്രം ശബരിമല നടവരവിൽ 36.7 കോടി രൂപയുടെ കുറവുണ്ടായി. മണ്ഡലകാലത്ത് 85.95 കോടി കുറവുണ്ടായിരുന്നു. മകരവിളക്ക് ദിവസത്തെ വരവിൽ മാത്രം 67 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത്. സംഭാവന, മാളികപ്പുറത്തെ വരുമാനം, ബുക്ക് സ്റ്റാൾ, പഞ്ചാമൃതം എന്നീ ഇനങ്ങളിൽ മാത്രമാണ് മുൻ വർഷത്തേക്കാൾ നേരിയ വരുമാന വർധനവ് ഉണ്ടായത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപി സമരം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ബിജെപി ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് സമരം അവസാനിപ്പിക്കാനാണ് നീക്കം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുൻനിര നേതാക്കളില്ലെന്ന വിമർശനങ്ങൾക്കിടെ പി കെ കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയ ബിജെപിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ഉടൻ അവസാനിപ്പിക്കാനാണ് നീക്കം. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചത്. നടയടയ്ക്കുന്നതോടെ ഈ ആവശ്യങ്ങൾ താൽക്കാലികമായെങ്കിലും അപ്രസക്തമായി. സമരം അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ബിജെപി ജില്ലാ ഘടകവും അറിയിച്ചു. ഇതോടെയാണ് ലക്ഷ്യം കാണാതെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. എന്നാൽ സമരത്തിന്റെ അലയൊലികൾ ദേശീയതലത്തിലെത്തിക്കാനായെന്നും വിവേകമുള്ളവർ സമരം പരാജയമെന്ന് പറയില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. സംഘടനാ ദൃഷ്ടിയിൽ, പൊതുജന ദൃഷ്ടിയിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ അളവുകോല് വെച്ച് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ വിജയമാണ്. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. RSSുമായുള്ള അസ്വാരസ്യങ്ങളും തിരിച്ചടിയായി. ശബരിമല കർമ്മസമിതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിയാലോചിച്ചാകും മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് മുൻനിര നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകിയത്. ഭിന്നതകൾ സമരത്തിന്റെ വീര്യം ചോർത്തിയെന്ന വിമർശനങ്ങൾക്കിടെ പി കെ കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചിട്ട് പോലും സമരം വിജയിപ്പിക്കാനായില്ലെന്ന വിമർശനത്തിന് ബിജെപി മറുപടി നൽകേണ്ടിവരും. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ നിലപാടിൽ ഉറച്ച് സമരസമിതിയും സർക്കാരും. ഖനനം അവസാനിപ്പിക്കാതെ സമരം നിർത്തില്ലെന്ന നിലപാടിലാണ് സമരസമിതി. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തെന്നും സമരസമിതിയുടെ നിലപാട് ദൌർഭാഗ്യകരമെന്നും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. സമരം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾ തള്ളി സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും സമരക്കാർ നിലപാടെടുക്കുന്നു. ഖനനം നിർത്തിവെക്കാനാകില്ലെന്ന് സർക്കാരും ആവർത്തിക്കുന്നു. ഖനനം നിർത്തിയാൽ IREയുടെയും KMMLന്റെയും പ്രവർത്തനം സ്തംഭിക്കും. സർക്കാരിന് ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു സമവായത്തിനും സർക്കാർ തയ്യാറാകില്ലെന്ന് ഉറപ്പ്. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ സമരം തുടങ്ങുന്നതിന് എന്താണ് അടിസ്ഥാനം? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് സീ വാഷിംഗ് നിർത്തണമെന്നാണ്. ആ സീ വാഷിംഗ് നിർത്തി. സർക്കാർ പിടിവാശി തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിന്റെ അടുത്തപടി ആലോചിക്കാൻ സമരസമിതി ഉടൻ യോഗം ചേരും. സമരസമിതി ആ കാര്യം ഇന്ന് കൂടി ആലോചിക്കും. ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം
സമരസമിതിയിൽ നിന്ന് കൂടി ആലോചിക്കും. വിഷയം വഷളാക്കിയത് സർക്കാരാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ശക്തി കുറയുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മന്ത്രി EP ജയരാജൻ ആലപ്പാട് സന്ദർശിക്കും. ചർച്ചയ്ക്കുള്ള വാതിലുകൾ സർക്കാർ പൂർണ്ണമായും അടയ്ക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പാട് ഖനനം പൂർണ്ണമായും നിർത്തേണ്ടതില്ലെന്ന് CPM. ഖനനം നിർത്തിയാൽ IREL പൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. അതേസമയം പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണം. സമരം അവസാനിപ്പിക്കാൻ തുടർ ചർച്ചകൾ നടത്തണമെന്നും CPM സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചു. അതേസമയം ആലപ്പാട് ഖനനത്തിൽ സർക്കാർ നിലപാട് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സമരം ന്യായമാണെങ്കിലും ഖനനം നിർത്തിവെച്ച് ചർച്ച ചെയ്യാനാകില്ലെന്ന് കാനം പറഞ്ഞു. ഇക്കാര്യത്തിൽ നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. VSന്റെ അഭിപ്രായം ആ പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായമല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്നും കാനം കോഴിക്കോട്ട് പറഞ്ഞു. എല്ലാ സമരക്കാരുടെ ആവശ്യങ്ങളും ഇപ്പോൾ സർക്കാർ അംഗീകരിക്കണമെന്നുണ്ട്. ജനങ്ങൾക്ക് ഉള്ള ആശങ്ക അകറ്റാൻ അത് പരിശോധിക്കാം. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് ആ പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായം അല്ല എന്നുള്ളതായിരിക്കും അത് അംഗീകരിക്കാത്തത്. അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രൻ വീണ്ടും ജനവിധി തേടും. RSP സംസ്ഥാന സെക്രട്ടറി AA അസീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം സീറ്റിന്റെ കാര്യത്തിൽ UDFൽ ഭിന്നാഭിപ്രായമില്ല. ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും അസീസ് കൊല്ലത്ത് പറഞ്ഞു. കൊല്ലം പാർലമെന്റ് മണ്ഡലം RSPയുടേതാണ്. RSPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. RSPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിന് കാണും, സ്ഥാനാർത്ഥി കാണും, തീർച്ചയായിട്ടും. അല്ല പ്രേമേന്ദ്രനെ ഒറ്റയ്ക്കല്ല പ്രതിരോധിക്കേണ്ടി വന്നത്. ഞങ്ങളെല്ലാം ഉണ്ട്. UDF ആയിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പം വീണ്ടും പ്രേമേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നു. പ്രേമേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി യാക്കോബായ ഓർത്തഡോക്സ് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഓർത്തഡോക്സ് തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസ് ഉൾപ്പെടെ 120 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയുടെ കർശന നിലപാടിനെ തുടർന്നാണ് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ സമവായത്തിന് തയ്യാറായത്. തർക്കം നിലനിൽക്കുന്ന പള്ളിയിൽ നിന്ന് പിൻവാങ്ങാൻ ഇരുവിഭാഗങ്ങളോടും കളക്ടർ കർശനമായി ആവശ്യപ്പെട്ടു. ചർച്ചയിൽ പങ്കെടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ഈ നിലപാടെടുത്തതോടെ സമവായത്തിന് കളമൊരുങ്ങി. 3 ദിവസമായി പ്രാർത്ഥനായജ്ഞവുമായി നിലയുറപ്പിച്ചിരുന്ന യാക്കോബായ വിശ്വാസികൾ പള്ളി പൂട്ടി മടങ്ങി. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ നാളെ ഉച്ചവരെ സമയം വേണമെന്ന ആവശ്യം കളക്ടർ അംഗീകരിച്ചു. 5 മണിക്കൂറിലേറെ നീണ്ട സമവായ ചർച്ചകൾക്കൊടുവിലായിരുന്നു തീരുമാനം. ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. അടുത്ത ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് അറേഞ്ച്മെന്റ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ജാക്കബൈറ്റ് നാളെ ഉച്ചവരെ 2 മണി വരെ നമുക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. എന്നുള്ള അലോ ചെയ്തിട്ടുണ്ട്. മറ്റു വിഭാഗവും അത് സമ്മതിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് പള്ളിക്ക് മുന്നിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 തൃശൂർ. കുറിഞ്ഞി പള്ളി തർക്കം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയത് തങ്ങളുടെ അറിവോടെയല്ലെന്ന് ഓർത്തഡോക്സ് സഭ സുപ്രീംകോടതിയിൽ. സമവായമല്ല തങ്ങൾക്ക് വേണ്ടത്, വിധി നടപ്പാക്കണം. കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ഓർത്തഡോക്സ് സഭ നിലപാട് അറിയിച്ചത്. ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി 4 ആഴ്ചത്തേക്ക് മാറ്റി. വൈദികർക്കും സന്യസ്തർക്കും അച്ചടക്ക നടപടികൾ കർശനമാക്കണമെന്ന് സിറോ മലബാർ സഭ സിനഡ്. സഭയിൽ ചില വൈദികരും സന്യസ്തരും അച്ചടക്കത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചതായി സിനഡിൽ വിമർശനമുയർന്നു. മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വൈദികരും സന്യസ്തരും മുൻകൂർ അനുമതി വാങ്ങണം. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച കർദിനാളിന്റെ സർക്കുലർ ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. സിറോ മലബാർ സഭാ നേതൃത്വത്തിനെതിരെ സഭയ്ക്ക് അകത്തുനിന്ന് തന്നെ ഉയരുന്ന വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് സിനഡ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. പൊതുസമരത്തിന് ഇറങ്ങി പുറപ്പെടുന്ന വൈദികരും സന്യസ്തരും ഇത് സംബന്ധിച്ച കാനോനിക നിയമങ്ങൾ പാലിക്കണം. പലരും സഭാവിരുദ്ധ ഗ്രൂപ്പുകളുടെ കയ്യിലെത്തിയെന്നും സിനഡ് വിമർശിച്ചു. അച്ചടക്ക നടപടി നേരിടുന്നവരിൽ നിന്ന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചില്ലെങ്കിൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. സിനഡ് തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലറായി ഈ ഞായറാഴ്ച സഭയുടെ കീഴിലുള്ള പള്ളികളിൽ വായിക്കും. ചാനൽ ചർച്ചകളിലും അഭിമുഖങ്ങളിലും പങ്കെടുക്കുന്നതിന് ഇനി മുതൽ സഭാ കേന്ദ്രങ്ങളിൽ നിന്ന് അനുമതി തേടേണ്ടി വരും. സഭയുടെ വസ്തുവകകൾ സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് പറയുന്ന സംഘടനകളെയും സഭയുടെ സുതാര്യതയ്ക്കെന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെയും സിനഡ് തള്ളിക്കളഞ്ഞു.
സഭയ്ക്കെതിരെ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കാനും തീരുമാനിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതോടെ വസ്തുതകളുടെ നിജസ്ഥിതി വിശ്വാസികൾക്ക് ബോധ്യമാകുമെന്നും സിനഡ് വ്യക്തമാക്കി. അതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും പരസ്യ പ്രസ്താവനകളിൽ ഏർപ്പെടരുതെന്നും സിനഡ് അഭ്യർത്ഥിക്കുന്നു. വൈദികർക്കും സന്യസ്തർക്കുമെതിരെ അച്ചടക്കത്തിന്റെ മാർഗരേഖ സിനഡ് തീരുമാനിക്കുമ്പോൾ ഇവർ ഉയർത്തിയ പ്രശ്നങ്ങളും വിശ്വാസികളിൽ ഒരു വിഭാഗം ഉയർത്തിയ പ്രതിഷേധവും അതെന്തെന്ന് സിനഡ് ചർച്ച ചെയ്തു പോലുമില്ല എന്നാണ് സിനഡിന്റെ തീരുമാനങ്ങൾ വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, ന്യൂസ് 18. റഫാൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി വിമാനവിലയുടെ വിവരങ്ങൾ പുറത്ത്. UPA കാലത്തേക്കാൾ 41.5% അധിക വിലയ്ക്ക് വിമാനം വാങ്ങുന്നതിനാണ് കരാർ ഒപ്പിട്ടതെന്ന് ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സുപ്രീംകോടതിയിൽ പോലും കേന്ദ്ര സർക്കാർ പറയാതിരുന്ന വില സംബന്ധിച്ച വിവരങ്ങൾ ആദ്യമായാണ് പുറത്തുവരുന്നത്. ഇന്ത്യ വാങ്ങുന്നതിന്റെ പകുതി വിലയ്ക്ക് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഫ്രഞ്ച് സർക്കാർ ദസോയിൽ നിന്ന് വാങ്ങുന്നതിന് ധാരണയായി എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ട്. 41.42% അധിക വിലയ്ക്കാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഒപ്പിട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 59,000 കോടി രൂപയ്ക്കാണ് 36 വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായത്. UPA സർക്കാരിന്റെ കാലത്ത് വിമാനത്തിന്റെ അടിസ്ഥാന വില 526 കോടിയായിരുന്നത് NDA ഭരണത്തിലെത്തിയപ്പോൾ 670 കോടി രൂപയായി ഉയർത്തി. സാങ്കേതിക വിദ്യയടക്കം പൂർണ്ണസജ്ജമായ വിമാനത്തിന് 1,611 കോടി രൂപയാണ് ചെലവ്. 36 വിമാനങ്ങൾക്ക് നൽകേണ്ടത് 59,000 കോടി രൂപ. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളുടെ പേര് പറഞ്ഞാണ് വിമാനങ്ങളുടെ വില 42% ഉയർത്തിയത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വിമാനങ്ങളുടെ എണ്ണം കുറച്ച് വില വർദ്ധിപ്പിച്ചത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണെന്നാണ് വിമർശനം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HAL ഒഴിവാക്കിയത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് RSS. അയോധ്യയിലെ ക്ഷേത്രം 2025 പൂർത്തിയാകുമായിരിക്കും എന്നായിരുന്നു RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വിമർശനം. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്താൻ 150 വർഷമെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഭയ്യാജി ജോഷി പറഞ്ഞു. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പേരിൽ RSS മേധാവി മോഹൻ ഭാഗവതും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ RSSന്റെ അതൃപ്തി പൂർണ്ണമായും വ്യക്തമാക്കുന്നതായിരുന്നു ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വാക്കുകൾ. അയോധ്യയിലെ 2025 ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകും. അതിനു പക്ഷേ 150 വർഷം കൂടി എടുക്കുമെന്നും ഭയ്യാജി ജോഷി പരിഹസിച്ചു. 2025 में राम जन्मभूमि के ऊपर श्रेष्ठ राम मंदिर बनने के बाद फिर इस दिशा को और गति प्राप्त करेगा. अयोध्या के मंदिर निर्माण के बाद फिर एक बार देश अगले 150 वर्षों के लिए पूंजी प्राप्त करेगा और आगे बढ़ने वाला देश बनेगा. ഇന്ത്യ ലോകത്തെ ഏറ്റവും വളരുന്ന സാമ്പത്തിക ശക്തിയായി എന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾക്കിടെയാണ് ഭയ്യാജി ജോഷിയുടെ വിമർശനം. നിലപാട് വിവാദമായതോടെ 2025 രാമക്ഷേത്രം പൂർത്തിയാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 25 तारीख की शुरू थोड़ी करने की बात की है. आज शुरू होगा तो 5 वर्ष में बनेगा. അതിർത്തിയിൽ യുദ്ധമില്ലാത്തപ്പോഴും സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് RSS മേധാവി മോഹൻ ഭഗവതും കുറ്റപ്പെടുത്തി. यहाँ पर युद्ध नहीं तो भी शहीदियां होती है. इसका कारण है कि हम अपना काम ठीक नहीं करते. अब उसको भी ठीक करना है और देश को बड़ा बनाना है तो देश के लिए जीना भी सीखना पड़ेगा. രാമക്ഷേത്ര നിർമ്മാണം മുഖ്യ പ്രചരണായുധമാക്കാൻ BJP ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന RSS നിലപാട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ മാർച്ച് ആദ്യം പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 6 or 7 ഘട്ടമായാകും തെരഞ്ഞെടുപ്പ് നടക്കുക. ജൂൺ 3 നിലവിലെ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നേക്കും. നിയമസഭ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ജമ്മുകശ്മീരിലും തെരഞ്ഞെടുപ്പ് ഇതിനൊപ്പം നടക്കാൻ സാധ്യതയുണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 9 ഘട്ടങ്ങളിലായാണ് നടത്തിയത്. MLA-മാരെ അടർത്തി മാറ്റാൻ BJP നീക്കം തുടരുന്നതിനിടെ കർണാടകയിലെ 76 കോൺഗ്രസ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റി. ബംഗളൂരുവിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം. 4 കോൺഗ്രസ് MLA-മാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും നിലവിൽ JDS കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയില്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ നാളെ ഇടുക്കി അടിമാലിയിൽ നടക്കും. മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യും.
കേബിൾ TV മേഖലയിലുണ്ട്, പ്രത്യേകിച്ച് വൻകിട കമ്പനികൾ കടന്നു വരുമ്പോൾ അപ്പോൾ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സഹകരണവും പിന്തുണയും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ കൺവെൻഷന്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിർവഹിക്കും. ജോയിസ് ജോർജ് MP, S രാജേന്ദ്രൻ MLA എന്നിവരും കൺവെൻഷനിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി KV രാജൻ, പ്രവീൺ മോഹൻ, PS സിബി എന്നിവരും പങ്കെടുത്തു.